Hello everyone, welcome back. This is Nirjana here from Leo Tales. So in today's video, നമ്മൾ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് ഗോയിങ് ആയിട്ട് സ്റ്റുഡൻസിനൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പുതിയ മേക്കപ്പ് പ്രോഡക്ട്സ്, ചില പുതിയ ലോഞ്ചസ് ഒക്കെയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഐസ്, ഐബ്രോസ്, ലിപ്സ്, ഫേസ്, ചീക്സ് എല്ലാത്തിനുള്ള മേക്കപ്പ് നമ്മളിന്ന് കവർ ചെയ്യും. ഞാനിപ്പോൾ ഒരു ടിൻറ്റഡ് ലിപ് ബാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് അതിൻ്റെ സ്വാച്ച് ഇങ്ങനെ എടുത്തിട്ടാണ് ലാസ്റ്റ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളി ടിൻറ്റഡ് ആൻഡ് ഇത് ലിപ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന SPF ഉള്ള ഒരു ലിപ് ബാമാണ്. ലിപ്സ്റ്റിക്കിന് ഒരു നല്ലൊരു റീപ്ലേസ്മെൻ്റ് ആണ്. അതല്ലാതെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, ഒരുപാട് ഫാഷൻ ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റ് നമ്മുടെ ചാനലിലുണ്ട്. സ്കിൻ കെയർ, മേക്കപ്പ്, അതുപോലെ ഫാഷനിലേക്ക് വരുമ്പോൾ തന്നെ ക്ലോതിങ്, ഫുഡ് വെയർ, സാരി, സൽവാർസ്, കുർത്ത സെറ്റ്സ്, ജീൻസ്, ലൈക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള വളരെ ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഈ ചാനലിൽ റിവ്യൂ വീഡിയോസ് കാണാൻ സാധിക്കും. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആസ് വെൽ. അപ്പോൾ നമുക്കധികം സമയം കളയാതെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ലിങ്ക്സ് ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ബെല്ല വീറ്റയുടെ ബ്യൂട്ടി വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള പുതിയ കോമ്പാക്റ്റ് ട്രൈ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് SPF ഉണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ്. ഓയിൽ ഫ്രീ ഫോമുലയാണ്, ശരിക്കും ഒരു പൗഡറി ഫോമുലയാണ്. എന്നാൽ അങ്ങനെ ഒരു കേക്കി ആക്കുന്ന നിലയിലും അല്ല. നല്ലൊരു ഷെയ്ഡ് റേഞ്ച് അവൈലബിൾ ആണ്, ഒരു കൂൾ ടു വാം ഷെയ്ഡ്സ്. അപ്പം ഞാൻ ഷെയ്ഡ് ചൂസ് ചെയ്തപ്പോൾ ഒരു കൂൾ ഷെയ്ഡ് ചൂസ് ചെയ്തത്, അത് ബൈ അബദ്ധം പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവേ ഞാൻ വാം ഷെയ്ഡ്സാണ് ചൂസ് ചെയ്യാറ്. കാണുമ്പോൾ ആക്ച്വലി കുഴപ്പമില്ല, ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. എങ്കിലും എൻ്റെ റെഗുലർ ഷെയ്ഡ് ഞാൻ പിന്നെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഷെയ്ഡ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഈ ഏതാണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഷെയ്ഡ്സ് റെഫറൻസ് അതുപോലെ തന്നെയാണ്, കൂൾ വാനില ഇരുന്ന പോലെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം റെഫറൻസ് കറക്റ്റാണ്, അതിൽ പ്രോബ്ലം ഒന്നുമില്ല. അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഞാൻ അതിൻ്റെ പഫിന് പകരം വേറെ ട്രയാങ്കിൾ പഫാണ് ഉപയോഗിക്കുന്നത്. വളരെ സ്മൂത്താണ്, ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആണ്. ഓവറോൾ എനിക്ക് അത്യാവശ്യം ഓയിലൊക്കെ അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നിയത്. ഫോർ റെഫറൻസ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡ്. അത് കുറച്ച് ഡാർക്ക് ആണെന്ന് തോന്നുന്നു. സോ ഇതിന് രണ്ടും കൂടി നടുക്കത്തെ ഒരു ഷെയ്ഡാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. എന്തായാലും ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആണ്. അടുത്തത് റീനി എന്നുള്ള ബ്രാൻഡ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് അവിടെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാറ്റ് ഐലൈനറാണ്. നല്ലൊരു ക്യൂട്ട് യെല്ലോ പാക്കേജിങ്. എനിക്ക് മേബിലീനൊക്കെ ഓർമ്മ വരുന്ന ടൈപ്പ് ഒരു പാക്കേജിങ്. പക്ഷേ മേബിലീൻ്റെ ടിപ്പിനേക്കാളും കുറച്ചും കൂടെ തിക്കർ ടിപ്പായിട്ട് തോന്നി. അൺകംഫർട്ടബിൾ ഒന്നും അല്ല, പക്ഷേ കുറച്ചും കൂടെ തിക്കറാണ്. അപ്പം നിങ്ങൾക്ക് സിംഗിൾ ലൈക്ക് എന്താ പറയുക, തിൻ ലൈനും വരയ്ക്കാം, അതല്ല തിക്കർ ലൈൻ വേണമെങ്കിലും വരയ്ക്കാം. കംഫർട്ടബിളാണ്. അപ്ലൈ ചെയ്തിട്ട് വിത്തിനൊരു 2-3 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ അതൊരു മാറ്റിഫൈങ് ഇഫക്റ്റിലേക്ക് അങ്ങ് പോകും. റിമൂവ് ചെയ്യാൻ ഈസിയാണ്. വെള്ളം വെച്ച് കഴിയാൻ പോയില്ല, പക്ഷേ ഏതെങ്കിലും ഒരു മിസലർ വാട്ടർ ഇട്ടാൽ ഈസി ആയിട്ട് പോകും. അങ്ങനെ ഒരു റെസിഡി ഒന്നും ബാക്കി നിൽക്കില്ല. നല്ലൊരു മാറ്റിഫൈങ് ഐലൈനർ തന്നെയാണ്. അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറുമാണ്. സോ ഇതിപ്പോൾ ഒരു സിംഗിൾ ലൈൻ പോലെ ഞാൻ ചെയ്തു. ഇനി ഇതിന് പുറത്തൊരു ലെയറിങ് പോലെ ചെയ്യണമെങ്കിൽ അതും ആകാം, കുഴപ്പമൊന്നുമില്ല. കംഫർട്ടബിളാണ്, ഡെയിലി വെയർ യൂസിനും നല്ലതാണ്. ഞാൻ പൊതുവേ ഒരു ഗ്ലോസി ഐലൈനർ ഫാനാണ്, ബട്ട് ഐ ലൈക്ക് ദിസ് വൺ. വെരി അഫോർഡബിൾ, 199 റുപ്പീസേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് നല്ല ഇൻഗ്രീഡിയൻസും ആണ്, കാസ്റ്റർ ഓയിൽ, വൈറ്റമിൻ സി, ഹൈലറോണിക്. സോ നല്ല ഇൻഗ്രീഡിയൻസ് ആൻഡ് നല്ലൊരു മാറ്റ് ഐലൈനർ ഫോമുലയാണ് റിനിയുടെ പുതിയ ലോഞ്ച്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിൽ ട്രൈ ചെയ്തു. എന്തൊരു വെയിറ്റ് ആയിരുന്നു അറിയോ ഇതിന്. ഭയങ്കര ഒരു ഗുഡ് ക്വാളിറ്റി സാധനം വെയിറ്റ് വെച്ച് നോക്കിയാൽ. ഇതിൽ ഒരു സൈഡിൽ ഒരു സ്ലാൻറ്റിങ് ടിപ്പാണുള്ളത്, മറ്റേ സൈഡിൽ ഒരു കോമ്പ്. നല്ല ഭാരമാണ്. എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ പ്രൊഡക്ട്സ് പൊതുവേ നമ്മളങ്ങനെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ലല്ലോ. അതാണ് എനിക്കത് തോന്നിയ ഒരു കാര്യം. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാനൊരു ബ്രൗണിഷ് ബ്ലാക്കോ അങ്ങനെ എന്തോ ആണ് ചൂസ് ചെയ്തത്. എപ്പോഴും നമ്മൾ ഈ കറുപ്പിനെക്കാട്ടിലും ബ്രൗണിഷ് ബ്ലാക്ക് കളേഴ്സ് ആയിരിക്കും കുറച്ച് നാച്ചുറൽ ലുക്ക് തരിക. സോ നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡ് ഔട്ട്പുട്ടും ബിൽഡ് ചെയ്യാവുന്നതാണ്. എനിക്കാണെങ്കിൽ ഐബ്രോസിൽ കുറേ ഗ്യാപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്ലാൻറ്റിങ് ടിപ്പ് വെച്ച് ഗ്യാപ്സ് അധികം പ്രഷർ കൊടുക്കാതെ പതുക്കെ ഒന്ന് ഫില്ല് ചെയ്തു. എസ്പെഷ്യലി ഈ ഐബ്രോയുടെ തുടക്കത്തിലൊക്കെ ഒരു ഫെദറി ഒരു ലുക്ക് കിട്ടാനായിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് അപ്വേർഡ് സ്ട്രോക്സ് ആൻഡ് സൈഡ് സ്ട്രോക്സ് ചെയ്തു. പിന്നെ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിട്ടു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഡിഫറൻസ് കണ്ടോ. വെരി നാച്ചുറൽ ലുക്കിംഗ്, ഒരു ഫുള്ളർ ഐബ്രോ ലുക്ക് കണ്ടു ആ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ എൻ്റെ സ്വന്തം ഐബ്രോ ആണ്, ഫില്ല് ചെയ്തിട്ടില്ല. ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വെരി നാച്ചുറൽ ലുക്കിംഗ്. ഒരു ക്ലോസപ്പ് കാണുമ്പോൾ മനസ്സിലാവും. ഈവൻ അടുത്ത് വന്ന് കണ്ടാൽ പോലും അങ്ങനെ വരച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്നൊന്നും മനസ്സിലാവില്ല. ദാറ്റ് വാസ് ലൈക്ക് എ പ്ലസൻറ്റ് സർപ്രൈസ്. അത്ര ഡ്രൈയും അല്ല, അത്ര ഭയങ്കര ക്രീമി അല്ല, ഒരു കറക്റ്റ് ഫോമുല എന്നേ ഞാൻ പറയുള്ളൂ സ്വിസ് ബ്യൂട്ടിയുടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഡെയിലി വെയർ ഐബ്രോ പെൻസിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഐ തിങ്ക് ഐ എം ലവിങ് ദിസ് വൺ. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ജസ്റ്റ് ഹബ്സിൻ്റെ ഒരു ന്യൂ ലോഞ്ച് ആയിരുന്നു. അവരുടെ ബ്ലഷ്, ഹാലോ ഗ്ലോ ബ്ലഷ് ഡ്രോപ്സ്. അതായത് ഇതിനകത്തൊരു ഗ്ലോയും ഉണ്ട് ബ്ലഷും ഉണ്ട്. ഇതിനകത്ത് മാംഗോ ബട്ടർ ഉണ്ട്, റൈസ് സ്റ്റാർച്ച് ഉണ്ട്. സോ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഭയങ്കര ഇമ്പ്രസീവാണ്. 1, 2, 3, 4, 5, 6 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാനതിൽ ലീച്ചിന്നോ അങ്ങനെ എന്തൊരു കളറാണ് ചൂസ് ചെയ്തത്. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഞാൻ സ്വാച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ട് ക്വാണ്ടിറ്റി കൂടിപ്പോയി, എൻ്റെ കൈ പിങ്ക് നിറത്തിലായിപ്പോയി. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അപ്ലൈ ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. സോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി, ഇതാ ഞാൻ അപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഉണ്ടോ,
ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ചീക്സിൽ അപ്ലൈ ചെയ്ത് 2 ചീക്സിലും കൂടെ അങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ അതിനകത്ത് ലവിങ് ലീഷി എന്നുള്ള കളറാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരുവിധം ഈ വാട്ടർ മെലണൊക്കെ അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും ഇണങ്ങുന്ന ഒരു കളറാണ്. ലവിങ് ലീച്ചി എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു ഫെയറർ ടു മീഡിയം സ്കിൻ ടോണിന് സ്യൂട്ട് ചെയ്യുന്ന കളറാണ്. ശരിക്കും ഞാൻ എൻ്റെ ബേസ് മേക്കപ്പ് വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല, എന്നിട്ട് പോലും ഒരു നാച്ചുറൽ ലുക്ക് തരുന്നുണ്ട്. ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഇത് നിങ്ങൾക്ക് ഐ ഷാഡോ ആയിട്ടോ ലിപ് ടിൻ്റ് ആയിട്ടോ ഒക്കെ തന്നെ ഉപയോഗിക്കാം, അവരും അത് പറയുന്നുണ്ട്. ബട്ട് എനിക്കിത് ചീക്സിൽ അപ്ലൈ ചെയ്യാൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. വെരി നാച്ചുറൽ ലുക്കിംഗ്, ഒരു കോറൽ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് പല രീതിയിൽ കളർ അനുസരിച്ച് മാറി മാറി യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ലിക്വിഡ് ബ്ലഷസ് ഒരുപാട് ബ്രാൻഡ്സിലുണ്ട്. സോ ഞാൻ ചില ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് വളരെ ഇമ്പ്രസീവ് ആണ്, അതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യും. പിന്നെ ബ്ലൂ ഹെവൻ അവിടെ പെയിൻറ്റ് ആൻഡ് പൗഡർ റേഞ്ചിൽ പുതിയ 6 ഷെയ്ഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഞാനിത് ഓൾറെഡി ക്ലിക്ക് പെൻ മെക്കാനിസം കണ്ടിട്ടുണ്ട്. ശരിക്കും ബ്ലൂ ഹെവൻ ഇപ്പം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പാക്കേജിംഗ് ഒക്കെ ഇപ്പോൾ അങ്ങ് ഭയങ്കര ഒരു ലക്ഷറി റേഞ്ചിലാണ്. ഇതാണ് പൗഡർ ആൻഡ് പെയിൻറ്റിൻ്റെ പാക്കേജിങ്. പ്രൈസ് 313 അങ്ങനെ എന്തോ ആയിരുന്നു. ഈ ക്ലിക്ക് പെൻ ഫോമാറ്റിലാണ്. ഞാനിവിടെ കാൻഡീഡ് റോസ് എന്നുള്ള കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ക്രാൻബെറി ഓയിലുണ്ട്, കപ്പൂക്കോ ബട്ടർ, എന്താണെന്നറിയില്ല, എന്തായാലും ഒരു മോയ്സ്ചറൈസിങ് ബട്ടറാണ്. ദ ഗുഡ് തിങ് ഇസ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ദാറ്റ്സ് ദെയർ. ചുണ്ട് ഡ്രൈ ആക്കില്ല, അതായത് ഒരു ഡ്രൈ ലിപ്സ് ആണ് എനിക്ക്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഈ ലൈൻസ് ഒന്ന് ആക്സെൻറ്റുവേറ്റ് ചെയ്ത് കാണാതെ അതിലൊക്കെ പോയെങ്കിൽ സെറ്റിലായി ഒരു ഭയങ്കര ഒരു സ്മൂത്ത് ലുക്ക് തന്നു. ട്രാൻസ്ഫർ ചെയ്യും, ഇപ്പോൾ നമ്മൾ കപ്പിലോട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് പതുക്കെ അതിങ്ങനെ ഫെയ്ഡ് ഔട്ട് ചെയ്യും. പക്ഷേ റീ അപ്ലിക്കേഷൻ ഭയങ്കര ഈസിയാണ്. ആൻഡ് കാൻഡീഡ് റോസ് ഒരു ബ്യൂട്ടിഫുൾ ഡെയിലി വെയർ കളറാണ്, നിങ്ങൾക്ക് ഓഫീസ് ഗോയിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ശരിക്കും പിഗ്മെൻറ്റേഷൻ കൂടെ ഹൈഡ് ചെയ്യുന്ന നിലയിലുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഡെയിലി വെയർ ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. കാൻഡീഡ് റോസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. റീ അപ്ലൈ ചെയ്യാനും ഈസിയാണ്, നല്ല ഇൻഗ്രീഡിയൻ ലിസ്റ്റാണ്, ആൻഡ് ഡ്രൈ ആക്കില്ല ലിപ്സ്. വെരി ലൈറ്റ് വെയ്റ്റ് ഫോമില. എനിക്ക് പൊതുവേ ലിപ്സ് ഡ്രൈ ആയതുകൊണ്ട് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഈ ബട്ടറി ഫോമിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷേ ദിസ് വാസ് ലൈക്ക് റിയലി ഇംപ്രസീവ്. സോ ഇതാണ് ഞാൻ ഓവറോൾ ഐലൈനറും കോമ്പാക്റ്റും ഒക്കെ കൂടി ഉപയോഗിച്ചിട്ടുള്ളൊരു ലുക്ക് ഏകദേശം ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തതായിട്ട് കുറച്ച് മസ്കാര ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ കൺസീലർ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കണ്ണിന് ചുറ്റും. അപ്പോൾ അടുത്തൊരു ലാസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫോക്സ്ടെയിലിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാമാണ്. വൈറ്റമിൻ സി, പെപ്റ്റൈഡ്സ്, ഹൈലറോണിക്, SPF 30 ഉണ്ട്. 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. അതിൽ ഞാനിവിടെ ഒരു ബെറി ഫ്ലേവറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിഗ്മെൻറ്റേഷൻ കണ്ടോ, നല്ല ഹെവിലി പിഗ്മെൻറ്റഡ് ആണ്. ലിപ്സിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് അപ്ലൈ ചെയ്യാനായിട്ട്. പിഗ്മെൻറ്റഡ് ലിപ്സിൽ അപ്ലൈ ചെയ്താലും നല്ല രീതിയിൽ ആ ടിൻറ്റ് പുറത്ത് വരും. എനിക്ക് തോന്നുന്നു ലൈറ്റ് മോവ് ഇസ് ഓൾസോ വെരി നൈസ്. ഈ ഷെയ്ഡ്സ് നിങ്ങൾ ലിപ് പിഗ്മെൻറ്റേഷൻ അനുസരിച്ച് മാറും, പക്ഷേ ആ 3rd റോയിലുള്ള ഷെയ്ഡ്സ് കറക്റ്റ് പിഗ്മെൻറ്റഡ് ലിപ്സിൽ എങ്ങനെ വരും എന്നുള്ളത് നല്ലൊരു ഐഡിയ കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ലോവർ ലിപ്സിൽ അപ്ലൈ ചെയ്തു. വെരി കംഫർട്ടബിൾ. നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കവറേജ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് പോലെ ഉപയോഗിക്കേണ്ടവർക്കാകാം. കാരണം അത്രയും ഹെവി അല്ല, SPF ഉണ്ട്, ഒരു ലിപ് ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ ഒരു സ്കിൻ കെയർ പ്ലസ് മേക്കപ്പ് ഇൻ വൺ എന്ന് വേണമെങ്കിൽ പറയാം. വെരി കംഫർട്ടബിൾ ഇടാനായിട്ടും. അപ്പം റൂബി ഗ്ലേസ് എന്നുള്ള ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാണുന്ന സ്വാച്ചിൻ്റെ അതേ ഷെയ്ഡ് തന്നെയാണ് ലിപ്സിലും. വെരി കംഫർട്ടബിൾ, പിഗ്മെൻറ്റഡ് ലിപ്സിലും നല്ല രീതിയിൽ എടുത്ത് കാണും. സോ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത മേക്കപ്പ് പ്രോഡക്ട്സ്. ഒരു ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കൊരു ഇന്ന പ്രോഡക്റ്റ് ഒന്നും പിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് പുതിയതായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആളാണ്. മാറ്റ് ഐലൈനർ ഇസ് ഗുഡ്, ലിപ് ബാം ഇസ് റിയലി നൈസ്, ലിപ്സ്റ്റിക് ഇസ് ഓൾസോ വെരി നൈസ്, കംഫർട്ടബിൾ ഫോർമുല, ആൻഡ് ജസ്റ്റ് ഹെർബ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ ഇസ് ടു മച്ച്, സോ ബി വെരി കെയർഫുൾ. അത്ര പിഗ്മെൻറ്റഡ് അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇന്നത്തെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. മറ്റ് വീഡിയോസ് നോക്കാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.